അയ്യോ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, ഇത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇത്ര റിസ്ക് എടുത്തിട്ട് ആരോടും പറയാതെ നാട്ടിലോട്ട് വന്നത്. അഗ്യാട്ടം പൂനെയിലേക്ക് വിട്ടു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നാട്ടിലോട്ട് വിടാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. പുള്ളി ഞാൻ ഒരു സമയം ഇറങ്ങുന്നതുകൊണ്ട് എന്നെ ബസ് കയറ്റി വിടാൻ അഗ്യാട്ടം നിന്നില്ല. അതുകൊണ്ട് അപ്പും ചാസായിരുന്നു കേട്ടോ ബസ് കയറുന്നവരെ ഞങ്ങൾക്ക് കൂട്ടുണ്ടായത്. നാട്ടിലെത്തുമ്പോഴേ തന്നെ അത്യാവശ്യം മഴയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തളിപ്പുറം ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ടാട്ടോ വീട്ടിലോട്ട് പോയേ. സത്യം പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവർ മുറ്റത്തേക്ക് വണ്ടി നിർത്തുമ്പോൾ എൻ്റെ എല്ലാ പ്ലാനും ഫ്ലോപ്പായി എന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ എൻ്റെ വീട്ടുകാർ അത്ര നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവരൊന്നും അറിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും എഴുന്നേൽപ്പിച്ചു. കുറേ നേരം കളിയും ചിരിയും ഒക്കെ ആയി. അവസാനം ഒരു 7-7:30 ആകുമ്പോഴേക്കും ഞാൻ അഗ്യാൻ്റെ വീട്ടിലോട്ട് പോയേട്ടോ. അവിടെയും വലിയ അത്ഭുതമൊന്നും ഇല്ല, അവരും അറിഞ്ഞില്ലായിരുന്നു. അമ്മയും അമ്മമ്മയും അപ്പനും എല്ലാവരും നല്ലപോലെ ഞെട്ടിയേട്ടോ. പിന്നെ ഓരോ വീട്ടിലും ഓരോ കോർണറിൽ എന്തൊക്കെ ഉണ്ടെന്ന് വാവക്ക് നല്ല ബൈഹാർട്ട് ആയതുകൊണ്ട് തന്നെ വന്നപ്പോൾ മുതൽ അവൾ ടോയ്സ് ഒക്കെ നിരത്തി കളിക്കാനും തുടങ്ങിയേ.